ഹലോ ഗായ്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇടുക്കി യാത്രയിലാണ്. ഇടുക്കിയിലെ മൂലമറ്റത്തേക്കാണ് നമ്മുടെ യാത്ര. നമ്മുടെ കുറച്ച് ഫർണിച്ചർ നമ്മുടെ ഒരു കൂട്ടുകാരന് മൂലമറ്റത്ത് ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫർണിച്ചറൊക്കെ പണിയാൻ കൊടുത്തിരുന്നു. അപ്പോൾ എന്നും പുള്ളി ഓരോ അവധിയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നേരിട്ട് പോയി കാര്യങ്ങളൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിങ്കുന്നത്താണ്. പോകുന്ന വഴിക്ക് എനിക്കൊന്ന് വഴി തെറ്റി. കരിങ്കുന്നം വഴി കയറേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ വഴി തെറ്റി നമ്മളിപ്പോൾ കരിങ്കുന്നത്ത് ടൗണിൽ നിന്ന് മാറിയ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് മുട്ടാണ്. മുട്ടത്തുനിന്ന് കുറച്ച് ദൂരമേ ഈ മൂലമറ്റത്തിനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ മുട്ടത്തേക്കുള്ള റൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കണ്ട് എവിടെ ഏതെങ്കിലും ഒരു സ്ഥലം കാണാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലങ്കര ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഏരിയയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ സൈഡിലെല്ലാം ഈ ഡാമിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശരത്തിൻ്റെ വർക്ക്ഷോപ്പിലെത്തി. നമ്മുടെ ഫർണിച്ചർ പണി കട്ടിലിൻ്റെ ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി നമ്മളൊരു സെറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്തു തുടങ്ങുന്നതേ ഉള്ളൂ. ഗൈസ്, നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഈ അശോകയിൽ നിന്ന് കട്ടപ്പന പോകുന്ന റൂട്ടിൽ ഒരു നാടുകാണിയുണ്ട്. ഈ മലയുടെ മുകളിൽ എവിടെയാണ്. നമ്മളിപ്പോൾ ഈ നാടുകാണി നിന്ന് നോക്കിയാൽ ഈ ഇടുക്കിയുടെ കുറേ ഭാഗങ്ങളൊക്കെ മനോഹരമായി കാണാമെന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും ആ കാഴ്ചകൾ കാണാനായിട്ട് മുകളിലോട്ടുള്ള യാത്രയിലാണ്. ഇവിടെ നിന്നൊരു അരമണിക്കൂറിലോളം യാത്രയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ₹15 അഡൽട്ടിന് ഫീസ്, കുട്ടികൾക്ക് 10 രൂപയും. ഇവിടെ നിന്നാൽ എല്ലാ ഭാഗങ്ങളും കാണാമെന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും ആ വ്യൂ പോയിന്റിലോട്ട് ചെന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനുള്ള അത്യാവശ്യം ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ വ്യൂ എന്താണെന്ന് നോക്കാം. എൻ്റെ അമ്മോ, ഞാൻ ക്യാമറ തിരിക്കുവാണേ. താഴെ നമ്മൾ അല്പം മുമ്പ് നിന്ന ടൗണിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ ആ ഭാഗത്ത് അവിടെയാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കട. അവിടെ നിന്നാണ് അവനാണ് ഈ സ്ഥലം ചൂണ്ടിക്കാണിച്ച് തന്നത്. അവിടെ നമുക്ക് അവനൊന്ന് വിളിച്ചു നോക്കാം, കാണാൻ പറ്റുമെന്നറിയില്ല. ഇവിടെ നിന്ന് എന്തായാലും അടിപൊളി വ്യൂ. എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാണ്ട് പോയെങ്കിൽ വലിയൊരു നഷ്ടമായാൽ. എന്തായാലും ഒന്നും മിസ്സായില്ല. നന്നായിട്ട് ഇരുട്ട് മൂടി തുടങ്ങി. ഇരുട്ടല്ല, ഇതിൻ്റെ താഴെ ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട്. ടവറിന് പുറത്തുള്ള കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് കാണാം. ഇവിടെ കമ്പിവേലിയെല്ലാം കെട്ടിത്തിരിച്ചിട്ടുണ്ട്. സൈഡിൽ അധികം ദൂരം നടക്കാനായിട്ട് സ്ഥലമില്ല. പാറക്കെട്ടിൻ്റെ ഈ സൈഡിലൊക്കെ വന്ന് നിൽക്കാം.
കാഴ്ചകൾ മതിയാക്കി യാത്ര തിരിക്കുകയാണ്. ഇനി അധികം നേരം നിന്നാൽ മഴ നമുക്ക് പോകാൻ പറ്റില്ല, അത്ര രീതിയിലാവും. ഇവിടെ അത്യാവശ്യം ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉള്ള ഏരിയയാണ്. അതുകൊണ്ട് നമ്മുടെ യാത്ര ഇത്തിരി ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് മഴയ്ക്ക് മുമ്പേ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനിയൊന്നും തന്നെ നിർത്താനായിട്ടുള്ളൊരു സ്കോപ്പില്ല. കാരണം സന്ധ്യയായി തുടങ്ങി. വൈകുന്നേരം സമയം അത്രയൊന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞില്ല, പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് നമ്മൾ നാടുകാണിയിലെ കാഴ്ചകളോടും വിട പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ തിരിക്കുകയാണ്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ.